നിങ്ങൾക്ക് ഈ പരമാത്മാവിനെ അല്ലെങ്കിൽ ഓക്സിജന് എവിടുന്നാ കിട്ടിയത്? പറയണം. ഇവിടെ ഉമ്മയുടെ മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് മാതാവിൻ്റെത് കിട്ടി അല്ലേ? മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് മാതാവ് ശ്വസിച്ചെടുക്കുന്ന ഓക്സിജനല്ലേ കിട്ടിയത്. അപ്പൊ മാതാവിൽ നിന്ന് കിട്ടി അല്ലേ? ഇവിടെ വന്നിട്ട് മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഉടനെ ആ പൊക്കിൾ കൊടി കട്ട് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾ മരിക്കും. കാരണം വെള്ളവും ഭക്ഷണവും ഓക്സിജനും ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെടുക. മരിക്കണം. ഉടനെ തട്ടിയിട്ട് നിങ്ങളെ കരിയിപ്പിക്കുക. നിങ്ങൾക്ക് 6-ാം മാസത്തിലോ കിട്ടിയത് അല്ലെ ഇവിടെ വന്നിട്ടോ കിട്ടിയത് റൂമിന്? ഇപ്പൊ ഒന്നാ കിട്ടിയത്? 6-ാം മാസത്തിലത്തെ കട്ടാക്കിയില്ലേ? അല്ലേ ഡോക്ടർ വന്നിട്ട് നേഴ്സും വന്നിട്ട് അല്ലേ കട്ടാക്കിയില്ലേ? അതുവരെ കിട്ടിക്കൊണ്ടിരുന്നു. എത്ര മാസമായില്ല കട്ടാക്കി? 9-ഓ 6-ഓ 4-ഓ ആയാലും അവിടെ കിട്ടിക്കൊണ്ടിരുന്ന വളരാൻ വേണ്ടിയിട്ട്. അവിടെ നിങ്ങൾ വളർന്ന് പൂർണ്ണ വളർച്ച ഗർഭത്തിൽ നിന്ന് ആയതിനു ശേഷം പുറത്തേക്ക് നിങ്ങൾ വന്നപ്പോ ഉടനെ കത്തിയെടുത്ത് കട്ടാക്കി, സിസ്റ്റർ കട്ടാക്കി. അപ്പൊ നിങ്ങളുടെ മാതാവിൽ നിന്ന് കിട്ടിയ ഓക്സിജനും പോയി, വെള്ളവും ഭക്ഷണവും അല്ല ചോര ഒന്നും ഇല്ലാതായി. അപ്പം മരിക്കും നിങ്ങൾ. ആ സെക്കൻഡിൽ ഓക്സിജൻ കിട്ടാൻ അപ്പം മരിക്കില്ലേ? നമ്മൾ മരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഈ ആത്മാവിനെ എവിടുന്നാണ് നിങ്ങൾ കിട്ടിയത്? ഇവിടെ വന്നിട്ട് വലിച്ചെടുത്തുണ്ടാക്കിയതല്ലേ? 6-ാം മാസത്തിൽ ഊരിയാന്ന് പറഞ്ഞ അടക്ക. ഞാൻ കളവല്ലല്ലോ പറഞ്ഞത്, ഇവിടെ നടക്കുന്ന കാര്യല്ലേ പറഞ്ഞത്. എപ്പോഴാണ് എനിക്ക് കിട്ടിയല്ലേ? ഗർഭത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോ ഇവിടുന്ന് ഊറ്റി കിട്ടിയേ ജനിച്ചപ്പം തന്നെ. പക്ഷേ അതാ ഇയാൾ പറഞ്ഞ ഒരു അബോധാവസ്ഥയിലായിരുന്നു. ബോധമില്ല. ബോധോദയം സിദ്ധിച്ചത് ഇപ്പോഴാണ്. യാഥാർത്ഥ്യത്തെ അറിഞ്ഞത് ഇതെന്താണ്, പരമാത്മായ ഈശ്വരനാണ്, അള്ളാഹു ആണെന്ന് അറിഞ്ഞെടുക്കുമ്പോഴല്ലേ. പിന്നെ അപ്പോഴാണ് നിങ്ങളുടെ മരണം. മൊത്തു കപിലന്റെ മൊത്തു ഞാനില്ല. പിന്നെ ആരാളുടെ? ഈ പരമാത്മായ ഈശ്വരൻ അള്ളാഹു ആണ്. അബൂബക്കറിനോട് ചോദിച്ചു, നിങ്ങളെ ഭവനത്തിൽ എന്താണ്? അബൂബക്കറിനോട് റസൂലുള്ളാഹി ചോദിച്ചേ, മറ്റേ അബൂബക്കറെ നിങ്ങളെ ഭവനത്തിൽ എന്താണ് ഉള്ളത് ഇപ്പോൾ? അള്ളാഹു റസൂൽ മാത്രമേ ഉള്ളൂ. ഏത് ഭവനത്തിലാ? വീട്ടിലല്ല. വീട്ടിൽ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അവിടെ അത്യാവശ്യം എല്ലാം ഉണ്ട്. ഈ ഭവനത്തിൽ ആരാ ഉള്ളത് എന്നാ ചോദിച്ചത്. അബൂബക്കറെ നിന്റെ ഭവനത്തിൽ ആരാണ്? അള്ളാഹു റസൂൽ മാത്രമേ ഉള്ളൂ. അതുപോലെ നിങ്ങളെ ഭവനത്തിൽ കൃഷ്ണനോ രാമനോ ബുദ്ധനോ യേശുവോ പിന്നെ ഗുരുനാനാക്കോ ഈ ദൃശ്യമായി വന്ന പരമാത്മാവ് ഈശ്വരൻ മാത്രമായിരിക്കണം നിങ്ങളുടെ ഭവനത്തിൽ. അള്ളാഹുവിൻ്റെ ഭവനമാണ് ശരീരം. പരമാത്മാവ് ആയ ഈശ്വരൻ സൃഷ്ടിക്കുകയും അവന് വേണ്ടി സൃഷ്ടിക്കുകയും എന്നിട്ട് ഇതിൽ പ്രവേശിച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഭവനമാണ്. എന്നിട്ട് അവനക്ക് ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി നടത്തി പ്രവർത്തിച്ച് പോരുന്ന ഇവിടെ ഇരുന്നു കൊണ്ട് ഹർസ് കുർസും ഇവിടെ തന്നെയാണ് അവൻ്റെ പ്രവർത്തനം. അവനെല്ലാം പ്രവർത്തിക്കുന്ന ഹർസ് കുർസോടെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ്. എടാ ബിസിനസ്സൊക്കെ നടത്തുന്ന ഇവിടുന്നല്ലേ? ഹർഷക്കുറിച്ചും ഇവിടെ തന്നെയാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ആ പൂർണ്ണതയാണ്. അതാണ് പറയണല്ലേ, അള്ളാഹുവിനെ ആഗ്രഹിച്ചതിനാൽ ചില ആളുകൾ ചിലര് ഭൂമിയില് അവര് തന്നെ വിറ്റു. തന്നെ വിൽക്കുന്നു. അള്ളാഹുവിനെ വിൽക്കുക. അപ്പം പിന്നെ ആരായി മാറും? അവരോട് അള്ളാഹു ഭയങ്കര അടിയാന്മാരോട് അള്ളാഹു കാരുണ്യവാനാണ്. പിന്നെ അവരില് അതായിരിക്കും ഏറ്റവും വിലപ്പെട്ടത്, കെട്ടുറപ്പുള്ളതും. അതെ, അതാണ് ഇതുപോലുള്ള ആളുകൾ, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ വിറ്റ് പിന്നെ അവരിലൂടെ ഈ അള്ളാഹു വല്ല ഈശ്വരനാണ്
ഈ മുഹമ്മദ് റസൂള്ളയാണ് അന്ന മുഹമ്മദ് റസൂള്ള എന്നല്ല പ്രവർത്തിച്ചു പോകുന്നത്. എടാ അതിന്റെ ഇടയിൽ ഇട്ടിച്ച് പോയാലേ കട്ടാവും കേട്ടോ. കെട്ടുറുപ്പ് പൊട്ടു പൊട്ടും, ഒന്നുമില്ലാതാവും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എനിക്ക് വേണ്ടിയിട്ട് അപ്പം അത് ഇറങ്ങിയത്.